ഹായ്, ഇത് ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതുപോലെ പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഇറങ്ങിയവർക്കും മൊബൈൽ ടെക്നീഷ്യന്മാർക്കുള്ള വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. അതായത് ലെങ്തി വീഡിയോ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞിരിക്കുന്നത് ഐഫോൺ എക്സ് ആണ്. എക്സിൻ്റെ ഡിസ്പ്ലേ ആണ്, സെക്കൻഡ് ക്വാളിറ്റിയാണ്, GX ക്വാളിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് വെച്ചാൽ ഡിസ്പ്ലേ മാറാൻ തന്നാണ് കസ്റ്റമർ. നമുക്കിങ്ങനെ ഇടയ്ക്ക് ഓരോ ടെക്നീഷ്യന്മാർ ചോദിക്കാറുണ്ട്, ഡിസ്പ്ലേ മാറാൻ പറ്റിന് വേറെയും കംപ്ലയിൻറ്റുകൾ വരുന്നുണ്ട്, കസ്റ്റമർ അക്സെപ്റ്റ് ആക്കാത്ത വിഷയമൊക്കെ. അപ്പോൾ എക്സ് പോലത്തെ ഫോണുകളൊക്കെ ഡിസ്പ്ലേ മാറാൻ തരുമ്പോൾ ഡിസ്പ്ലേ കംപ്ലീറ്റ് ബ്ലാങ്ക് ആവുക, വീണ് കംപ്ലൈൻറ്റ് ആയിരിക്കും. വീണിട്ടുള്ള കംപ്ലൈൻറ്റുകളിൽ ഒരുപാട് വരുന്ന ഇഷ്യൂ ആണ് ഫേസ് സൈഡ് വർക്ക് ആവുന്നത്. അപ്പോൾ ആകത്തൊക്കെ ഇഷ്യൂ വരുന്നത് നമ്മൾ ഈ കേബിൾ കൊണ്ടല്ലോ. ഇതൊരു ഡിസ്പ്ലേ മാറാൻ തന്ന ഫോണാണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിന് ഓൾറെഡി കേബിൾ ബ്രോക്കൺ ഉണ്ട്, കാണേണ്ടതല്ല, മൈക്രോസ്കോപ്പിലൊക്കെ കറക്റ്റ് കാണും. ഈ കേബിൾ ബ്രോക്കൺ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ആദ്യം ഒരു ഫേസ് സൈഡ് ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവും, മിക്ക ആൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. നമ്മൾ ഈ ഫോണൊക്കെ ഡിസ്പ്ലേ മാറ്റാൻ വന്നിട്ട് കസ്റ്റമർ വന്നിട്ട് ഫേസ് സൈഡ് വർക്ക് ആവില്ല. നമ്മൾ അവരുടെയൊക്കെ ഡിസ്പ്ലേ ഒക്കെ മാറ്റി കൊടുക്കും, കസ്റ്റമർ ഫേസ് സൈഡ് വർക്ക് ആവണില്ലല്ലോ. കസ്റ്റമറെ സംബന്ധിച്ച് അത് ഡിസ്പ്ലേ മാറുക എന്നുള്ളൊരു ഓപ്ഷനിലാണ് കസ്റ്റമർ തന്നിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ടെക്നീഷ്യന്മാരെ അപേക്ഷിച്ച് ഡിസ്പ്ലേ തരുമ്പോൾ തന്നെ മറ്റ് കംപ്ലൈൻറ്റുകൾ വീണ ഫോണാണെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കുക. കാരണം ഫോൺ നമ്മൾ വാങ്ങി വെച്ച് കസ്റ്റമർ 1-2 മണിക്കൂറായിട്ട് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ഒരു കംപ്ലയിൻറ്റ് ഇതിനുണ്ട് എന്നുള്ളത് കസ്റ്റമർ പറഞ്ഞാൽ അക്സെപ്റ്റ് ആക്കില്ല. കഴിഞ്ഞൊന്നും കസ്റ്റമർ മുന്നേ തന്നെ ഫോൺ അയച്ചിട്ട് ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ഉണ്ട്, ഓക്കെ ഡിസ്പ്ലേ ഇന്നതാണ്, അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ കേബിൾ ബ്രോക്കൺ ഉണ്ടോ ഇല്ലേന്നൊക്കെ അപ്പം തന്നെ പറഞ്ഞു കൊടുക്കുക. കസ്റ്റമർ മുന്നേ തന്നെ അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സർവീസ് സെൻ്ററിൽ അയച്ചിട്ട് പിന്നീട് അപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കുക. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അയച്ചു നോക്കുക എന്നിട്ട് പിന്നെ സ്പെയർ വരാൻ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ആദ്യം ഇങ്ങനത്തെ കംപ്ലയിൻറ്റ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു വിശ്വാസമാണ്. കാരണം കസ്റ്റമർ സംബന്ധിച്ചിട്ടൊന്നും കസ്റ്റമർക്ക് അറിയേണ്ട കേസല്ല, നമ്മൾക്കാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പിന്നീട് നമുക്കൊരു എക്സ്പെൻസ് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതെന്താ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഫോണിൻ്റെ ഉള്ളിൽ മടങ്ങിയിട്ടായിരിക്കുക. ഫോണ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ ജാമായി ഡിസ്പ്ലേ ജാമായി കഴിഞ്ഞാൽ ഈ ബ്രോക്കണോ ഈ സൈഡ് ഇതൊന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രോക്കണോ. അങ്ങനെ ബ്രോക്കൺ സംഭവിക്കുന്നതാണ് കേസാണ്. എക്സസിലൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഈ കേസ്. അപ്പോൾ നിലവിലിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഒരു വിഷയം. ഓക്കെ.